ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രമെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസിലും എത്തിയ ചിത്രത്തിലെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപ്, ധ്യാൻ ശ്രീനിവാസ, സിദ്ദിഖ്, റാണിക റാണി, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ദിലീപേട്ടന്റെ കരിയറിലെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസിനെ പ്രേക്ഷകർ ഇതി കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. തിയേറ്റർ റിലീസിന് ശേഷം ചിത്രത്തിന്റെ OTT റിലീസിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ചിത്രത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ഇത്തരത്തിലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഇട്ടുവെന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയമായിട്ട് മാറുമ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കണം. ചിത്രത്തിന് ആദ്യം 44 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ 26,25,00,000 രൂപയോളം ചിത്രം സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് മാത്രം 17,08,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 19,63,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 6,62,00,000 രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജനപ്രിയയിലെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ചിത്രം ദിലീപിന്റെ കരിയറിലെ 150ാമത്തെ ചിത്രം കൂടിയായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇപ്പോഴും ചെറിയ തോതിൽ തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കിയ ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ ബിസിനസ് ഉൾപ്പെടെ വരുമ്പോൾ ചിത്രത്തിന് 50 കോടി മറികടക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.